ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഞാനിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് 12ാമത്തെ വട്ടമാണ്. ഇതോടുകൂടി ഞാൻ പാക്കപ്പ് ചെയ്യും. അതായത് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇപ്പോൾ ബർത്ത്ഡേയുടെ ഒപ്പം തന്നെ ഞങ്ങൾ പുറത്ത് പോയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് വിചാരിക്കണം പുറത്തൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പുറത്ത് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. അത് മതി, അത് ധാരാളം മതി. എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. ഇനി ഈ ഒരു കാര്യം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ മതി, പിടിച്ച് കയറും. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തഴഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഒരുങ്ങിയിട്ടൊക്കെ വരാം. അല്ല, പോവാം. നമുക്ക് ഞാൻ വിചാരിക്കുന്നു ഇത് ബെസ്റ്റ് ആവുമെന്ന്. അപ്പോൾ ബൈ. ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറച്ചധികം നാൾ, ഞാൻ +2 പഠിക്കുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകണം എന്നുള്ളത്. അതിപ്പം എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനങ്ങനെ എങ്ങോട്ടും പോകാറില്ല. എന്നെ വീട്ടിൽ നിന്ന് വിടാറില്ല. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ എന്നെ അങ്ങനെ എങ്ങോട്ടും വിടാറില്ല ഫ്രണ്ട്സുമായിട്ടൊന്നും പുറത്തോട്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോവുകയാണ്. പിന്നെ ആർക്കോ പറയണ പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ് ബട്ട് അബൌട്ട് ദ പീപ്പിൾ എന്നാണല്ലോ. അപ്പം ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഇതൊന്നും വേറെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ആസാൻഡോൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ടോഫ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിടത്താണ്. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അന്നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലം. അങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ കണ്ടു പോകണം. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. ഓൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തോന്നുന്നു. പിന്നെ ഹൗസ് ബോട്ടൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ കുറേ സെൽഫി എടുത്തു. സെൽഫി വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് മേലേക്ക് പോവുകയാണ്. അൽഫയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് ഞങ്ങളുടെ വകയല്ല, സ്പോൺസേർഡ് ബൈ വേറൊരാളാണ്. ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നിന്നത് അവൾ പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഹേസുമോൾ നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. ഇങ്ങനെ സ്ലോ മോഷൻ ഇടണ്ടെന്ന് പറഞ്ഞാൽ അവൾ തന്നെ സ്ലോ മോഷനിലാണ് അത് വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കേക്ക്, ഞങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ എഴുതിയ കേക്ക്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് നിർവൃതിയായും തോന്നുന്നു. ഇത് റിഷാനയുടെ ഐഡിയ ആണ്. അങ്ങനെ കേക്കൊക്കെ വെച്ച് കൊടുത്തു. ഞങ്ങൾ മുറിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക്. ബർത്ത്ഡേ സോങ്ങൊക്കെ ഇട്ടുതരാമെന്ന് അവരെ പറഞ്ഞതാണ്. പക്ഷെ അത് ഓവർ ആവുന്നുള്ളത് കൊണ്ടും എല്ലാവരും ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടും ഞങ്ങളിലെ ഇൻട്രോവേർട്ട് സ്വഭാവം ഉണർന്നത് കൊണ്ടും ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ ഇപ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുന്നേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം കൊടുത്തു. ഞങ്ങളും കഴിച്ചു. അവിടെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കഴിച്ച് കിറങ്ങിയിരിക്കുന്ന എൻ്റെ മോളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ മൊത്തം അലിക്കുലത്താക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് സ്പൂണുകൾ അവളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാനായിട്ട് ഇറങ്ങി. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ബുക്സൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ വെറും ഷോയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബുക്സൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മോളും അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അതുപോലെ ചെയ്യാൻ നിൽക്കുന്നൊരു കുട്ടിയാണിത്. എൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. വളർന്നു വരുമ്പോൾ എൻ്റെ അതേ സ്വഭാവമായിരിക്കും എന്ന് എല്ലാവരും പറയുന്നത്. എന്ത് ചെയ്യാൻ. അങ്ങനെ അവളും അവിടെ നിന്നൊക്കെയോ പറയുന്നുണ്ട്. ബുക്കൊക്കെ എടുത്ത് ചാരക്കോ വായി നോക്കുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് ഫുൾ ആംബിയൻസ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചവൾ വെറുതെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ മോള് ലാസ്റ്റ് ആയപ്പം നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ കളിയും ചിരിയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു.
പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ്.